ഹലോ. ഹലോ. ആ. എന്തെല്ലാം മോളെ, സുഖല്ലേ? ആ, സുഖം തന്നെ. സുഖത്തിന് കുറവൊന്നുമില്ലല്ലോ? ഒരു കുറവുമില്ല. അത് കേട്ടാ മതി. എന്നാ പിന്നെ എന്നോട് ബാവാന്ന് പറയില്ലോ. അപ്പൊ സുഖമെല്ലാം നടക്കുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങളോട് പിന്നെ ഞാനിപ്പോ പറയണ്ട്. ആ സുഖമല്ലാന്ന് പറഞ്ഞാലോ? ഉം. എന്നാ പിന്നെ എനിക്കിവിടെ അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എന്തേ വീട്ടിൽ? ഇന്നലെ ഒരു കോളെ കണ്ണടച്ചിട്ടില്ല. ആ എന്താ ഉറങ്ങാൻ? സന്ദീപ് പന്നി സാധാരണ പോകുമ്പോൾ പോയിട്ട് 2 മണിയായിട്ടും ആളെ കാണുന്നില്ല. എവിടെയാ പോയി? സാധാരണ നടക്കാൻ പോകുന്നില്ല, അങ്ങനെ പോയി. ആ. ഞാൻ എന്നിട്ട് പുറത്തിറങ്ങി കുറച്ചു നേരം ഒന്ന് നീ വിളിച്ചു കഴിഞ്ഞ് ഞാൻ കുറച്ചൊന്ന് ഉറങ്ങിപ്പോയി. എന്നിട്ട് പുറത്തിറങ്ങി മൊത്തം തപ്പി നോക്കുമ്പോ ഇവന്റെ അഡ്രസ്സേ ഇല്ല. ലാസ്റ്റ് അങ്ങ് മറ്റേ പെണ്ണിന്റെ വീടില്ലേ എന്ന് നമ്മൾ പറഞ്ഞേ, കുറച്ചപ്പുറത്തുള്ള, ആ അവിടെ പോയി. ഞാൻ വല്ലപ്പോഴും ഇവന്റെ ആടാ നമുക്ക് എന്തൊരു വെട്ടേരം കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് വന്ന് ഇവൻ ആടെയുണ്ട് എന്ന് സംസാരിക്കാൻ കേട്ടു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. ഞാൻ റൂമിൽ തന്നെ ആദ്യം തിരിച്ചു വന്ന് അവിടെ നിന്നു. ഇവൻ വരുന്ന എന്നാന്ന് അറിയണ്ടേ. കുറച്ച് കഴിഞ്ഞാൽ ആശാൻ വന്ന് 2:30 ടൈം തിരിച്ചു വന്നു. എന്നിട്ട് ചോദിച്ചു തരാം എന്ന് പറഞ്ഞു. ഇതുവരെ അങ്ങനെ മിണ്ടിയിട്ട് സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ അന്ന് ആ പെണ്ണിന്റെ അച്ഛനാടില്ല, എവിടെയോ കുടുംബ വീട്ടിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. എന്താ കാര്യം ആവശ്യത്തിന് പോയതാന്ന് തോന്നുന്നു. അപ്പോ ആശാന് പെണ്ണിന്റെ അമ്മക്ക് എന്തോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അമ്മേന്റെ റൂമിലേനും പോലും രാത്രി അമ്മക്കെന്തോ സഹായിക്കാൻ വേണ്ടിട്ട് വിളിച്ചിട്ട് പോയതാന്ന് പറഞ്ഞു. മോളിയുടെ സഹായിക്കാൻ പറ്റും. ഇല്ല, മോളെ സഹായിക്കണ്ടോന്ന് എനിക്കറിയില്ല. അത് ഇവന്റെ എന്നറിയില്ല. പക്ഷെ ഇന്നലെ പോയിട്ട് ശരിക്ക് അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്തു കൊടുത്തു. ഒരു എന്നോട് പറഞ്ഞ് 11 മണിക്ക് ഞാന് അമ്മേനെ സഹായിക്കാൻ വേണ്ടി അമ്മേനെ റൂമിൽ കയറിയതാവുന്നു. അങ്ങനെ എല്ലാ സഹായവും കഴിഞ്ഞ് ഇവരൊന്നും സഹായിക്കാനില്ല പോലും. എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. അപ്പൊ മോക്ക് ചെയ്യേണ്ട സഹായം മോളടുത്ത് ഇതുവരെ അങ്ങനെ സഹായിക്കാൻ നിന്നില്ല. അത് ഇവ വെറുതെ പറഞ്ഞു തന്നാ. എനിക്കറിയില്ല അതെ. അപ്പൊ എന്നിട്ട് പറയുന്ന എനിക്ക് അങ്ങനെ ഇവ അമ്മക്കുള്ള എല്ലാ സഹായവും നമുക്ക് എന്തെല്ലാം വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുത്ത് അമ്മ പറഞ്ഞു പോലും ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു സഹായം ഏടുന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ മറ്റയാളെന്നാ ഡമ്മിയാണോ? അയാള് ഇപ്പുറത്തെ മുറിയിലാണ് ഇത് കിടത്തുമല്ലോ. അപ്പൊ ഇവർക്ക് വേണ്ടുന്ന ഒരു സഹായം നടക്കലില്ല. അതറിയില്ല. അയാള് ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷണിച്ച് നിൽക്കുന്ന ആളായിരിക്കൂല. കൃഷിപ്പണിയല്ലേ. അപ്പൊ അത് നടക്കുന്നുണ്ടോ? കൃഷിപ്പണി ആയതുകൊണ്ട് അതെ, പുറത്തെ പണിയെ ചെയ്യലുണ്ടോ, അകത്തെ പണി ചെയ്യലുണ്ടാവില്ല. അപ്പൊ അന്നേ ഞാൻ പറഞ്ഞില്ലേ, അന്നേ അകത്തെ പണിക്ക് ഇവനെ ആയിരിക്കും നോട്ടിട്ടിട്ടുണ്ടാവുക. അപ്പൊ ഇവനെ ഈ കൈ കിട്ടിയപ്പോ അവൻ പറഞ്ഞ് എന്റെ അടിയാ ഒന്നും പറയാനില്ല, ഏതെല്ലാം രീതിയിലാണ് എന്നെ കൊണ്ട് സഹായം ചെയ്യിപ്പിച്ചെന്ന് ഒന്നും പറഞ്ഞുതരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം രസം. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ വെളുക്കുന്നതിന് വേണ്ടി വരണ്ടേ. പുറത്തിറങ്ങി ഒരു 10 അടി നടന്നിട്ടില്ലാന്ന് പറഞ്ഞു. ഇപ്പുറത്തെ സൈഡില് ആള് കാത്തു നിന്നില്ല. കറക്റ്റ് മോള് കാത്തു നിന്നില്ല. അപ്പൊ മോള് ഇതെല്ലാം കാണുന്നുണ്ട്, ഇവന്റെ സഹായം ഇതെല്ലാം. നമ്മുടെ നാട്ടിലുള്ള അത്ര വലിയ വീടൊന്നുമല്ല ഒരു അങ്ങനത്തെ ഒരു വീടാ. പക്ഷെ 3-4 മുറിയുണ്ട്. അതില് ഇത് അച്ഛയിപ്പുറത്തെ മുറി തന്നെ അവളും കിടക്കില്ല. അപ്പൊ ഇയാളാടെ ഇല്ലാതുകൊണ്ട് അപ്പോ ഈ മോള് ഇവൻ പോകുന്നതിന് ശരിക്കും കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ സമയം വരെ മോൾ അനങ്ങിയില്ലേ?
ഇല്ല, സഹായമൊക്കെ കഴിഞ്ഞോട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കാരണം ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഉം. അങ്ങനെ പുറത്തിറങ്ങി. അമ്മക്കും അതിന് സഹായം ആയിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ടാവും. ചിലപ്പോ അതായിരിക്കും. അങ്ങനെ പുറത്തിറങ്ങി ഇവള് എന്നിട്ട് ഇവനോട് ബാൻ ചെയ്തു, ഇനി മേലാല് ഇങ്ങനെ അമ്മേനെ സഹായിക്കാനും പോണ്ട എന്നും പറഞ്ഞിട്ട്, ഇത് അച്ഛൻ അറിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയാം. അച്ഛൻ ചിലപ്പോ മൊത്തം ഇവിടുന്ന് തന്നെ ഈ സ്ഥലമെല്ലാം ഉപേക്ഷിച്ചിട്ട് ചിലപ്പോ പോയി കളയും. പിന്നെ നമുക്കാരും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ടൈം പാസ് ആയിരിക്കൂലേ, അതുകൊണ്ട് ഇങ്ങനത്തെ പണിക്ക് നിൽക്കണം പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാൺ ചെയ്ത് വിട്ടുന്ന പറഞ്ഞത്. അച്ഛനെന്ത് അങ്ങനെ പറഞ്ഞത്. അല്ല, ഈ ടൈം പാസ് എന്ന് പറഞ്ഞാല് കല്യാണം കഴിക്കൂലെന്ന് എന്തായാലും അറിയാലോ. അമ്മേനിപ്പം എന്തായാലും കല്യാണം കഴിക്കും. അതേ ഇല്ല. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ്, അപ്പൊ മോളെന്ത് പറഞ്ഞു എന്നിട്ട്? അല്ല, ഇനി മേലെ അങ്ങോട്ട് ഇങ്ങനത്തെ ഒരു ചിന്താഗതി കൊണ്ട് ഉള്ളിൽ പറഞ്ഞിട്ട് വിട്ടെന്ന് പറഞ്ഞു. അപ്പോ ഇത് നിന്നോട് പറയുമ്പോ മറ്റേ ഒരെണ്ണം കൂടിയില്ല, അതേടിയുള്ളേ. അത് അച്ഛന്റെ മുറിയിലായിരിക്കും ഉണ്ടാവുക. വേറെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചേച്ചി അനിയത്തി ഉണ്ട് പറഞ്ഞില്ലേ. അപ്പൊ അത് കുറച്ച് ചെറുതാ. അപ്പൊ അത് അല്ല, ഇവിടെ മുറി കിടക്കുന്നുണ്ട് അറിയില്ല. ഇവിടെ മാത്രം ഇങ്ങനെ ഒളിഞ്ഞു നിന്നേയുള്ളൂ പുറത്തിറങ്ങുന്ന കാത്തിട്ട്. പിന്നെ ബാക്കി പിന്നെ അവന്റെ വർണ്ണന അന്ന് ഞാൻ പറഞ്ഞാണല്ലോ. എന്റെ അടുത്ത് പറഞ്ഞ് ശരിക്കും പറഞ്ഞ എന്നിട്ട് ഇപ്പൊ അവൻ പറയുന്നത് മൂളാക്കാണിയും സൂപ്പറാണ് അമ്മ എന്നുവെച്ചാല് അമ്മാതിരി ഇത് സഹായാവനം തിരിച്ചിങ്ങോട്ടും അമ്മേണ്ടത്. അങ്ങനെ ഒരു പ്രായത്തിന്റെ ഒന്നുമില്ല, അത് എവിടെയില്ല എന്ന് പറഞ്ഞു. പ്രായത്തിന്റെ ഒരു അല്ല, അത്ര പ്രായമില്ല പറഞ്ഞു. അത് അത്ര എന്തായാലും മോളത്ര പ്രായം മുളക്കാണി ഉണ്ടല്ലോ, അതുപോലും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് ഇത് ഉപയോഗിച്ചിട്ട് കുറെ കാലായി തോന്നുന്നു. അങ്ങനത്തെ ഒരു ഇത് ഉപയോഗിച്ചിട്ട് കുറെ കാലായി തോന്നുന്നു. ഒരു എന്താ പറയാ, പുതിയൊരു സംഭവം ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. തുരുമ്പൊടിച്ചിട്ടുണ്ടോന്നല്ല, അങ്ങനെ തുരുമ്പൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്നതാ അപ്പോ ഇത് എന്താ പറയണ്ട, എനിക്ക് ഇന്നലെ ഉറങ്ങായിട്ട് ദേഷ്യവും വന്ന്. പക്ഷെ ഇത് കേട്ട് പറഞ്ഞിട്ട് നേരം കൊടുത്തു. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഇത് കഴിച്ചിട്ടുണ്ടാവല്ലോ. അങ്ങനെയല്ല, ഇനി നാട്ടിൽ വരാനും പറ്റുന്നില്ല ഇവന്റെ ഇത് കേൾക്കുമ്പോ. ഇന്നലെ നാട്ടിൽ വരാൻ പറ്റാതെയും മറ്റേ ഇവന്റെ ഇത് കേട്ടിച്ച അങ്ങനെയുള്ളൊരു മൂടിലല്ലേന്ന് ഞാനുള്ളേ. ഇത് ഇവള് മോളിത് അമ്മേനെ സഹായിക്കുന്ന കണ്ടെന്ന് പറഞ്ഞപ്പോ അത് അവന്റെയും ഏതാണ്ട് കിളി പോയിട്ടുള്ള എന്റെ കിളിയും പോയിട്ടുള്ള. കാരണം ഇനി എന്നാ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവര് നല്ല ഇവിടെയുള്ള ആൾക്കാർ നല്ല ഒരുപാട് ആൾക്കാരുടെ കുടുംബമാണ്. ഇവരുടെ ഒറ്റയ്ക്ക് താമസിക്കുന്നെങ്കിലും കുറച്ച് അപ്പുറത്തോട്ട് വൻ ടീമാവര്. സംഭവിച്ചിട്ട് രണ്ടിനും ഓടിക്കണം, എന്നാലെങ്കിൽ നിങ്ങൾ നാട്ടിലല്ല. നമ്മൾ ഇവിടെയുള്ള ആരും കൂടി ഉണ്ടാവില്ല അവരാന്റെ അളകീനെങ്കിൽ. അതാണ്. അതെ, അപ്പൊ നിങ്ങളിങ്ങ് നാട്ടിലെത്തുമല്ലോ. ഞാൻ നാട്ടിലെന്നില്ല, അവന്റെയും പേടി ഇപ്പൊ അതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അവനെ തമ്മിലാ ഇത് ചിലപ്പോ ഇത് മോള് കണ്ടേന് ഇതൊരു നല്ല കാര്യത്തിനായിരിക്കും. എനിക്ക് ചിലപ്പോ നീ അമ്മേനെ സഹായിക്കണ്ടായിരുന്നു, നീ എന്നെ സഹായിച്ചാൽ മതി എന്ന് ചിലപ്പോ മോളനെ നിന്നോട് പറയും. ദിവസം സഹായിക്കാൻ ചിലപ്പോ വിളിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അവനപ്പോ പറയും അങ്ങനെ ആയിരുന്നു കളിയെ രക്ഷപ്പെട്ട്, ഇല്ലെങ്കിൽ എന്റെ കാര്യം പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, നിന്റെ ആയിരുന്ന പ്രശ്നമൊക്കെ നമ്മൾ ഒരിക്കലോളം സഹായിക്കാൻ പോയതല്ലേ, ഹോസ്പിറ്റലെല്ലാം കൂട്ടി പോയതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് പറയായിരുന്നില്ലേ. കാരണം പച്ചക്കറിയൊക്കെ എടുത്ത് വിഴുങ്ങുന്നതിനേക്കാളും നല്ലത്. എന്നിട്ട് പറഞ്ഞ് ഇന്നലത്തെ വെപ്രാളത്തിനിടയിൽ എനിക്ക് അതൊന്നും ഓർമ്മ വന്നിട്ടില്ല. പിന്നെ എന്താ ഓർമ്മിച്ചു? ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരാളെ മുന്നിൽ വന്ന് പെടുന്നു. പോയിട്ട് പറയാലോ. അതോ തലയില് മഞ്ഞ് പോകുന്നോണ്ട് മറ്റേ ഇവന്മാരുടെ തൊപ്പിയലുണ്ട് ഇവിടുത്തെ, അതൊക്കെ ഇട്ടിട്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ഞാൻ പേടിച്ചു പോയി പറഞ്ഞു.
കുറച്ച് പേടി വേണം. കാരണം ഇത് ഇതിന്റെ ഒരു സന്തോഷവും പിന്നെ അവിടെ നിന്ന് പുറത്ത് കിടക്കുന്ന ചെറിയ പേടിയുണ്ട്. പിന്നെ വേറെ ആരെങ്കിലും ഇടയിലാണ്ട് പെട്ടുപോകാനുള്ള പേടിയുണ്ട്. രാത്രി ആണെങ്കിലും അങ്ങനെ 2-3 ഇതിൽ ഇറങ്ങുമ്പോഴാണ് ഇതിലത്തെ കറക്റ്റ് വന്ന് പെട്ടതല്ല. അവര് കാത്തിരുന്ന് തന്നെയാന്ന് പറഞ്ഞു. ഒന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞത് എനിക്ക് അടുത്ത ലോട്ടറി അടിച്ചു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ ഇതുവരെ നീ പറഞ്ഞതോ അത് ഞാനിങ്ങനെ ഒന്ന് ശ്രമങ്ങൾ നടത്തിയതല്ലാണ്ട് അത് ചുമ്മാ പറയാം. പക്ഷെ ഇതിപ്പം കറക്റ്റ് അതാ പറഞ്ഞേ. എത്തേണ്ടടുത്ത് എന്തായാലും കറക്റ്റ് എത്തും. ഇപ്പൊ അങ്ങനെയാണ് ഇന്നലത്തെ എന്റെ വർക്ക് മൊത്തം പോയത്. നല്ലത്. ഇനി പിന്നെ മോളടിക്കും പോയിട്ട് വരട്ടെ. ഇനി മിക്കവാറും ലാസ്റ്റിന് നിങ്ങളെ വർക്ക് നല്ലോണം പോകും എല്ലാ ദിവസവും. ഇനി മോളെ സഹായിക്കാൻ പോയിട്ടാകുമ്പോ അമ്മ പിടിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളെയും വിളിക്കും.